എക്സ്പെക്ട് ചെയ്ത രീതിയിലേ അല്ല ആ സിനിമ പോയേക്കുന്നത്. ഞാനൊരു എക്സ്പെക്ട് ചെയ്ത സ്റ്റോറിയേ അല്ല. അത് കണ്ട് തുടങ്ങി അത് എൻഡ് ചെയ്യുന്നവരെ നമ്മൾ വേറൊരു അഡ്വെഞ്ചർ ആണെന്ന് പറയുന്ന രീതിയിൽ തന്നെ കൊണ്ടു ആ ഒരു ഇതിങ്ങനെ മറ്റേ ഫാസ്റ്റ് ഫാസിലുള്ള അഭിനയമാണെങ്കിലും അത് എടുത്തേക്കുന്ന എനിക്ക് താല്പര്യം വന്നില്ല. മേ ബി ഞാൻ OTT-ൽ കണ്ടത് Hi guys, welcome to Chumma Podcast. ഫ്രഷ് എപ്പിസോഡ്. അതെ, ഫ്രഷ് എപ്പിസോഡ്. പിന്നെ ഫ്രഷ് എപ്പിസോഡ്. ഞങ്ങളുടെ കൂടെ പുതിയ ആളുണ്ട്, ഞങ്ങളുടെ മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ. ഇത് നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാളാണ്. ഇനി ഒരാളുണ്ട്, ആ ആളെ കൂടെ നമ്മള് അടുത്ത വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാനായിരിക്കും. ഇന്ന് പുള്ളി ഓർമ്മയാണ്. അതെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതായത് ടോപ്പ് 3 മലയാളം മൂവീസ് ഓഫ് 2024. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പ് 3 മൂവീസ് പറയുന്നതായിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാവരുടെയും ആർക്കൊക്കെ ഏതൊക്കെ ഫിലിംസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ചിലപ്പം ചിലരുടെ മൂവീസ് ഒക്കെ ചിലപ്പം അതായത് ഒരാൾ പറഞ്ഞ മൂവി അതിന്റെ വേറൊരാൾ പറയുമായിരിക്കും. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് 3 മൂവീസ് ഓഫ് 2024. അപ്പം ബേബോൾ തുടങ്ങിക്കോ. ഫസ്റ്റ് നിന്റെ ടോപ്പ് 3 ഫസ്റ്റ് മൂവി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഉള്ളൊഴുക്ക്. ഉർവശിയും പാർവതിയും കൂടെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സ്റ്റോറി ലൈക്ക് റിയൽ ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. മേ ബി ഉണ്ടാവാം, ഇല്ലാതിരിക്കും. പക്ഷെ അവരുടെ ആ ഒരു ആക്ടിങ് ഒക്കെ പെർഫോമൻസ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു സ്ലോ പേസ് സ്ലോയാണ് സംഭവം. എന്നാ അങ്ങനെ പാട്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഉർവശിയും പാർവതിയും കൂടെ അതായത് ഒരു മറ്റേ റിലേഷൻഷിപ്പും പിന്നെ അത് വെച്ചുള്ള ഒരു ഇഷ്യൂസും പക്ഷെ നല്ലൊരു മൂവിയാണ്. നല്ല മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. മറ്റേ OTT വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. പക്ഷെ തിയേറ്ററിൽ നല്ല രസം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇവരാണ് ഒരു 80% അതിനകത്ത് ഉർവശി ഭയങ്കര ഉർവശി കുറെ നാളുകൾക്ക് ശേഷം അഭിനയിക്കും. എന്ത് രസം ഉർവശിയുടെ അഭിനയം. ഞാൻ ആന്റിക്കൊക്കെ ഇഷ്ടമായത് കൊണ്ട് ചുമ്മാ വെറുതെ പോയതാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു സംഭവം എന്താന്ന്. പക്ഷെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഒന്നാമത്തേന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ്. നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ഞാൻ ഇങ്ങനെ കാണണോന്ന് വെച്ചിരിക്കുന്ന ഒരു സിനിമ പക്ഷെ ഇതുവരെ ആയിട്ട് കണ്ടില്ല. നിനക്ക് ഇഷ്ടപ്പെടും? സർവൈവർ ത്രില്ലർ അല്ലേ? ഞാൻ എന്റെ ടീം ഇങ്ങനെ കേട്ടായിരുന്നു സർവൈവർ ത്രില്ലർ ആണെന്നുള്ളത്. ഞാനിത് ഫസ്റ്റ് അറിയണത് എന്റെ ഫ്രണ്ട് ഉണ്ട് റൈമിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവന്റെ വീട് ചെറാനല്ലൂര. അപ്പൊ ഇവന്റെ ചേട്ടൻ ബേസിക്കലി ആ ഒറിജിനൽ സ്റ്റോറിയിലുള്ള ഒരു പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പൊ ഈ സ്റ്റോറി ഈ സിനിമനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പദം ചിലപ്പോ പറയുന്നുണ്ട് ചേട്ടൻ. അങ്ങനെ പക്ഷെ ഭയങ്കര അടിപൊളി ആക്ടിങ് എല്ലാം നല്ല എല്ലാരും കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാരും എത്ര കോടി എത്രയായിരുന്നു നല്ല രീതിയിൽ 2024 ഇതും പ്രേമലു ഒക്കെ ആയിരുന്നു വൺ ഓഫ് ദി. പിന്നെ അതിന്റെ കുറെ കോൺട്രവേഴ്സീസ് നമ്മുടെ മറ്റേ പുള്ളിക്കാരന്റെ ചേട്ടനാണ് ഡയറക്ട് ചെയ്തേക്കണം. പാലും പഴവും ഗണപതിയുടെ ചേട്ടൻ ചിദംബരനാണ്. ഗുഡ് മൂവി. അടുത്തത് അമ്പാൻ പറഞ്ഞോ. എന്റേത് ആവേശം. അതും എന്റെ നമ്പർ 1 മൂവി തന്നെയാണ്. ഭയങ്കര അടിപൊളി. അതായത് നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്ന് ഒരു സിനിമ കാണുമ്പോഴത്തേക്കിന് ആ ഒരു കേറുമ്പോ തൊട്ട് ഇറങ്ങുന്നിടം വരെ നമ്മളെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് എക്സൈറ്റഡ് ആക്കി ഒരു ഫെസ്റ്റീവ് മോഡില്. എനിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലേ അല്ല ആ സിനിമ പോയേക്കുന്നത്. ഞാനൊരു എക്സ്പെക്ട് ചെയ്ത സ്റ്റോറിയേ അല്ല. അത് കണ്ട് തുടങ്ങി അത് എൻഡ് ചെയ്യുന്നവരെ നമ്മൾ വേറൊരു അഡ്വെഞ്ചർ ആണെന്ന് പറയുന്ന രീതിയിൽ തന്നെ കൊണ്ടു ആ ഒരു ഹുക്ക് ചെയ്തിങ്ങനെ മറ്റേ ഫാസ്റ്റ് ഫാസിലുള്ള അഭിനയമാണെങ്കിലും അത് എടുത്തേക്കുന്ന രീതിയാണ്. താല്പര്യം വന്നില്ല. മേ ബി ഞാൻ OTT-ൽ കണ്ടത് ഇത് ആവേശം പോലത്തെ മൂവീസ് ഒക്കെ എപ്പോഴും തിയേറ്റർ എക്സ്പീരിയൻസ്. അത് നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞാൽ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന പറഞ്ഞാൽ അത് വേറെ ടൈപ്പ് ഓഫ് ഇതാണ്. ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ മൂവീസ് ഒക്കെ. അതുകൂടാതെ സുഷീൻ ശ്യാമിന്റെ കമ്പോസിംഗും
പുള്ളി നന്നായിട്ട് അതിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റില് ആവേശം എന്ന് പറയുന്ന ടൈറ്റില് പോലെ തന്നെ ഒരു ആവേശം നമുക്ക് ചില സിനിമകളൊക്കെ നമ്മള് തിയേറ്ററിൽ പോയി കാണുമ്പോ നമുക്കൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു അഡ്രിനാലിൻ റഷ്, ആ ഒരു റഷ് നമ്മള് ഇത് കണ്ടിറങ്ങി പിന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആവേശം. പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇപ്പം അമ്പാൻ പോലെ തന്നെ അമ്പാനും ഫഹദിന്റെ ക്യാരക്ടറിന്റെ നെയിം അയ്യോ രംഗൻ, അവര് തമ്മിലുള്ള കെമിസ്ട്രി വേറൊരു അതൊരു കൾട്ട് ആയിട്ട് മാറുന്ന രീതിയിൽ ഭാവിയിൽ അത് അറിയപ്പെടും. പിന്നെ മറ്റേ പിള്ളേരാണേലും 3 പേര്. അതുപോലെ ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പം ഫഹദ് ഫാസിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ആവേശം 2 ഇറക്കാനുള്ള രീതിയിൽ, ജസ്റ്റ് ബേസ്ഡ് ഓൺ ആ കൾട്ട് ഡുവോ. ഇതറിയോ, ഇത് ഒറിജിനലായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. മറ്റേ രോമാഞ്ച സിനിമയില്ലേ, ഞാൻ കണ്ടിട്ടില്ല. രോമാഞ്ച സിനിമയിൽ ഒരു സീക്വൻസ് ഉണ്ട് ഇതുപോലൊരു മറ്റേ ചെമ്പൻ വിനോദ് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ പുള്ളി പറയുന്നുണ്ട്, അതായത് ഇതിനെ ബേസ് ചെയ്ത് ഒരു ഫുൾ ഫ്ലെഡ്ജ് മൂവി വരുന്നുണ്ട്, അതാണ് ആവേശം. ഒരു സെക്കൻഡ് പാർട്ട് മാതിരി വരുന്നുണ്ട്. അപ്പൊ നിന്റെ ടോപ്പും ആവേശമായിരുന്നു, സെക്കൻഡ് പറഞ്ഞു. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം ഫഹദ് ഫാസിലിന്റെ ആ ഒരു കോമഡി ടാലന്റ് ഉള്ളത് ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഉണ്ട് മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ നമുക്ക് ആ ഒരു കോമഡി ഇതിലാണ്. ഞാൻ കൂടുതലും സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ് ഫഹദ് ഫാസിലിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റേഞ്ച് പുതിയൊരു അറിവാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിക്ക് ക്രീപ്പി റോൾസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കുമ്പളങ്ങി ട്രാൻസിലും ഭയങ്കര ഒരു ക്രീപ്പി റോളാണ് പുള്ളി. എന്റെ സെക്കൻഡ് ഫേവറേറ്റ് മൂവി എന്ന് പറയാവുന്നത് ഞാൻ കണ്ട ഈയിടയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ട, ഞങ്ങൾ എല്ലാരും കൂടെ പോയി കണ്ടതാണ് ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞ അമൽ നീരദിന്റെ പുതിയൊരു ഫിലിം ഉണ്ട്. അത് അത്യാവശ്യം അതും ഞാൻ വളരെ ലോ എക്സ്പെക്ടേഷൻ വെച്ച് പോയി, നല്ല ഹൈ എക്സ്പെക്ടേഷനിൽ തന്നെ എനിക്ക് വളരെ ഇന്റൻസും നല്ല ത്രില്ലിങ്ങും നല്ല സസ്പെൻസ് ഉള്ള ഒരു ഫിലിമാണ്. അപ്പം അതില് എല്ലാവരുടെ ആക്ടിങ് നല്ല ഹൈ, ലോങ് ടൈം കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിലെ ഒരു സ്റ്റോറി ബിൽഡപ്പ് ആണെങ്കിലും സ്റ്റോറി ഡെവലപ്മെന്റ്, ക്യാരക്ടർ കെമിസ്ട്രി, ക്യാരക്ടർ ഡെവലപ്മെന്റ് എല്ലാം. പിന്നെ അമൽ നീരദിന്റെ ഡയറക്ടറിന്റെ അയാളുടെ ഒരു സിനിമ നമ്മൾ അമൽ നീരദിന്റെ സ്റ്റൈല് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ആ സിനിമ. നീ ലോ എക്സ്പെക്ടേഷൻ ആയിട്ടാണല്ലോ. ഞാൻ ലോ എക്സ്പെക്ടേഷൻ ആയിട്ട് നേരെ ഓപ്പോസിറ്റ് സിനാരിയോ. ഞാൻ നല്ല ഹൈ എക്സ്പെക്ടേഷൻ. അമൽ നീരദ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഒരു ഹൈ എക്സ്പെക്ടേഷൻ. ഞാൻ ഈയിടയ്ക്കുള്ള മലയാളം മൂവീസിന്റെ റൈസ് ഞാനിപ്പം ഒന്ന് കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് എനിക്ക് അത്രയും താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൊതുവെ മലയാളം മൂവീസ് വെച്ച് കൂടുതൽ ലോ എക്സ്പെക്ടേഷൻ, ഇംഗ്ലീഷ് പടങ്ങളാണ് കാണുന്നത്. പക്ഷെ അത് അത് ആ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് നമ്മള് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും ഫിലിമിനകത്ത്. കാര്യം അത്രയും നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുത്തും. അതെ, കുഞ്ചാക്കോ ബോബന്റെ ആ ഒരു വെർസറ്റിലിറ്റി കാണിച്ചു ഫിലിമിൽ കൂടെ. പുള്ളിക്കാരന്റെ ആ ഒരു എക്സ്പ്രഷൻ, മൈക്രോ എക്സ്പ്രഷൻ ആണെങ്കിലും ആ ഒരു അഗ്രഷൻ ഒക്കെ ആണെങ്കിൽ ഷർഫുദ്ദീനെ ഇടിച്ച് സ്പോയിലറാണ്, ഇടിച്ച് പരിപ്പ അളക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഒരു നടി ഉണ്ടല്ലോ, മറ്റേ ആസിഫ് അലിയുടെ ഒരു പടം, അതിലെ നടിയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വരുന്നത്. രണ്ട് ഡയലോഗേ ഉള്ളൂ. രണ്ട് ഡയലോഗ്. പുള്ളി എല്ലാ പ്രാവശ്യം ഇവരുടെ വീട്ടിലോട്ട് വരും. ഫഹദിന്റെ ഇത് പറയും, എന്താണ് ഫഹദ് ചെയ്യണ ജോലി എന്താന്ന് പറയും, ജോബ് ടൈറ്റിലും പറയും, ഫഹദിന്റെ പേരും പറയും. ഇത് ഇങ്ങനെ ഒരു ലൂപ്പാണ്. അതെ, എന്റെ സെക്കൻഡ് ബെസ്റ്റ് പ്രേമലു. എനിക്ക് ഭയങ്കര അതും ഈ ആവേശം പോലെ തന്നെ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്ക് ഒരു ഭയങ്കര എന്താ പറയുന്നത്, ഒരു നോർമൽ സ്റ്റോറിയാണ്. പക്ഷെ അത് എടുത്തേക്കുന്ന രീതിയും ആ ഒരു എന്താ പറയുന്നത് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും, പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് മറ്റേ ആക്ട്രസ് അവൾ അഭിനയിച്ചേക്കുന്ന ഒരു ഭയങ്കര ഓർഗാനിക് ആയിട്ടൊരു ലവ് സ്റ്റോറി പറഞ്ഞ് പോയേക്കുന്നതാണ്. പിന്നെ അതിനകത്ത് മറ്റേ നസ്ലിൻ ആണെങ്കിലും
പുള്ളി നല്ല അവരുടെ ജോക്സ് നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വർക്ക്ഔട്ട് ആവും. നമുക്ക് ആ ഒരു ഫേസ് കഴിഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് അത് വർക്ക്ഔട്ട് ആവും. അത് കാണുമ്പോ തന്നെ നമുക്ക് ഒരു ഇമോഷണൽ കണക്ട് തോന്നും. പ്രേമലുവും മഞ്ഞുമേൽ ബോയ്സും കൂടെ ആണ് ആ ഒരു പിന്നെ ഒരു റൈസ് മലയാള സിനിമയിലോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു. നല്ല അടിപൊളി ജോക്സ് എല്ലാം ശരിക്കും വർക്ക്ഔട്ട് ആയി. പിന്നെ ഈ ഗിരീഷേരി സിനിമകളെല്ലാം അതുപോലാണ്. സിനിമകളുണ്ടെങ്കിൽ മറ്റേ തണ്ണീർമത്തനാണെങ്കിലും മറ്റേ സൂപ്പർ ശരണി ആണെങ്കിലും പിന്നെ മറ്റേ ഇത് ഈ സിനിമയാണ് പ്രേമലു ആണെങ്കിലും അയാളുടെ മറ്റേ ഫിലിംസ് എല്ലാം ഒരു എന്താ പറയുക ടീനേജ് അല്ലെങ്കിൽ ഒരു അഡോളസൻസ്, അതിനകത്ത് ഒരു ജെന്യുവിൻ ഹ്യൂമർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പ്രേമലു എനിക്ക് കാണാനുള്ള സിനിമയാണ്. ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇറങ്ങാം പടം കണ്ടു കഴിഞ്ഞാൽ. എന്റെ പിന്നെ വന്നത് ARM അങ്ങനെ ആരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ടോവിനോടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫുൾ ഫോം അറിയാം. അജയന്റെ രണ്ടാം മോഷണം അത് ടോവിനോ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ടോവിനോടെ ഇത്രയും നാളത്തെ ഒരു ഫിലിമിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ടോവിനോ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, നടുക്കത്തെ ഒരു ക്യാരക്ടർ ഇല്ലേ ക്ലിപ്സ് പോലെ മണിയന്റെ ക്യാരക്ടർ പുള്ളി എല്ലാരും ARMന്റെ പറയുമ്പോ തന്നെ പറയുന്നത് ഈ ഒരു മണിയുടെ കാരണം അതാ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്. ബാക്കി രണ്ടും അത്ര ഇല്ല. പക്ഷെ ആക്ടിങ് അല്ല അത്രയും ഒരു ആക്ടിങ് കാണിക്കുന്നില്ല. ഈ മണിയുടെ എന്താണ് സംഭവം എവിടെന്ന് വെച്ചാലേ ഈ മറ്റേ സൂപ്പർ ഹീറോ പടം ഇല്ലടാ മിന്നൽ മുരളി. മിന്നൽ മുരളിയുടെ അകത്തും ടോവിനോ തന്നെ ടോവിനോട് അപ്പനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് ആക്ടിങ് നാടകങ്ങള് അതിനകത്ത് പുള്ളി നന്നായിട്ട് ചെയ്തേക്കണ ആക്ടിങ്. അതാരും അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. വില്ലൻ ഉണ്ടല്ലോ, ഏത് അങ്ങനത്തെ ഒരു വില്ലൻ ഉണ്ടായിരുന്നല്ലോ മറ്റേ സോമസുന്ദരിയുടെ പെർഫോമൻസും സീനാണ്. ഇതുപോലെ എനിക്കും ARM രണ്ടാമത്തെ. കാരണം ഞാൻ ഫ്രണ്ട് ത്രൂ ആയി നാട്ടിൽ ഇറങ്ങി, നമ്മളുണ്ടായ സമയത്താണ് നാട്ടിൽ ഇറങ്ങിയത്. അപ്പൊ കാണാൻ പറ്റിയില്ല. വെച്ചാല് ഞാൻ കേട്ടതാ ഞങ്ങളുടെ ഫ്രണ്ടിന് അതെനിക്കിടയ്ക്ക് അങ്ങനെ പറയും. നമ്മൾ അത് വിശ്വസിച്ച് പോയി കാണാതിരിക്കരുത്. അല്ല ഇവിടെ വന്നപ്പോഴും ചില സിനിമ എന്ന് പറയുമ്പോ ചിലവരുടെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ പിന്നെ ഒന്നും കാണാനൊന്നും തോന്നിയില്ല. അപ്പൊ പിന്നെ കുറച്ച് വന്ന പിന്നെ കാണാം. ബോറടിച്ചിരിക്കുന്നപ്പോ എന്താ അങ്ങനെ ഇതൊന്നും ഈ സിനിമ പൊട്ട സിനിമ എന്ന് പറഞ്ഞ അടിപൊളി സിനിമ. ടൊവിനോ എല്ലാവരും അതിനകത്ത് എല്ലാവരും മറ്റേ പെണ്ണില്ലേ മറ്റേ നമ്മുടെ റൈഫിൾ ക്ലബിലെ അവന്റെ ഒക്കെ ആക്ടിങ് ഭയങ്കര. മറ്റേ പുള്ളിക്കാരനും അതെ ജഗദീഷ് ഒക്കെ അതെ. ഭയങ്കര രസമാണ്. ഫാന്റസിയാണോ പക്ഷെ നമ്മള് വിശ്വസിപ്പിക്കണ അവസാനം നമുക്കൊന്നും അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റുമോ? ആ ക്ലൈമാക്സ് അടിപൊളിയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. എന്നാൽ ഭയങ്കര ഒരു നല്ല രസമാണ്. ജനറ്റിക്കലി പോണ ഒരു സംഭവമാണ്, സ്റ്റോറിയാണ്. സെക്കൻഡ് എന്താണ്? എനിക്ക് ഇഷ്ടം അത് മറ്റേ ഡയറക്ടർ മറ്റേ കഴിഞ്ഞ വർഷമേ അതുകൊണ്ട് കുറെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ മലയാളം സിനിമ കണ്ടത് കുറച്ച് വർഷങ്ങളായിട്ട്. പക്ഷെ അത്യാവശ്യം സിനിമ വാഴ ഇത് പിന്നെ മെയിൻ ആയിട്ടുള്ള സിനിമകളും അപർണ മുരളി പിന്നെ വിജയരാഘവ് പിന്നെ ചില സ്റ്റോറികൾ ഇങ്ങനെ ആയിരിക്കും. അതായത് അത് എഴുതിയേക്കുന്നതിന്റെ ഒരു മികവിലാണ് ആ ഒരു സിനിമ കയറി പോകുന്നത്. അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഉള്ളത്. പിന്നെ അതിനകത്ത് പറയണ്ട എഴുതിയേക്കണത് പോലെ തന്നെയാണ് ഡയറക്ട് അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ മലയാള സിനിമയിൽ നല്ല രീതിയിൽ കോൺസെപ്റ്റ് പുതിയ കോൺസെപ്റ്റ്, അത് മാത്രമല്ല പുതിയ കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ അവര് പരീക്ഷണങ്ങളൊക്കെ നടത്തും. പണ്ടൊന്നും അങ്ങനെ നടത്താൻ പറ്റത്തില്ല. പണ്ട് ഓഡിയൻസിന്റെ നീഷിനുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ജോണേഴ്സ് മലയാളം ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. എന്റെ പിന്നെ ബ്രഹ്മയുഗം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാല് എടാ ഇങ്ങനെ ഒരു വില്ലൻ എന്റെ 2024 ഏറ്റവും
ബെസ്റ്റ് വില്ലൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ്. നമ്മളൊരു ഫാൻ ബോയ് ആയിട്ട് പോയി കാണുന്നത് അത് പടം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഒരു റിസ്ക്, അതിനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. അതായത് ഈ ഒരു മമ്മൂട്ടി ഈ ഇടയ്ക്കായിട്ട് നല്ല രീതിയിൽ റിസ്ക് എടുത്ത് അത് ഭയങ്കര സീനാ. എന്ന് വെച്ചാല് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഡയലോഗ് ഒന്നും ഇല്ല, പക്ഷെ പുള്ളിയുടെ എക്സ്പ്രഷൻസ് അത്രയും ഡാർക്കാണ്. ആ ഒരു ഇൻട്രോ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതായത് അയാളെ ലാസ്റ്റ് മൊമെന്റിലാണ് ഫേസ് കാണിക്കുന്നത്. അതുവരെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കലി കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന ആ ഒരു ലാസ്റ്റ് കൊണ്ടിട്ട് ബ്ലാസ്റ്റ് ഒരുമാതിരി അഭിനയമാണ് മമ്മൂട്ടി അതിന്റെ അകത്ത് ചെയ്ത്. അർജുൻ അശോകനാണെങ്കിലും അവര് മൂന്ന് പേരാണോ കഥ ശരിക്കും അവര് 3 പേരേ ഉള്ളൂ. മറ്റേ ബാലൻ ചേട്ടൻ ആ ഒരു 2 പേരേ ഉള്ളു. അതൊരു കഴിവ് ആദ്യം കാണിക്കണം. 2-3 പേരെ വെച്ച് കാസ്റ്റ് ചെയ്ത്. പുള്ളി എപ്പോഴും അങ്ങനെയാണത്. രാഹുൽ രാഹുല് പുള്ളിയുടെ തന്നെയാണ് മറ്റേ പടവും നമ്മുടെ ഷൈനികത്തിന്റെ horror പടം ഇല്ലടാ കണ്ടത്, ഭൂതകാലം. അതും 2-3-4 പേരെന്തോ ഉള്ളൂ കാസ്റ്റ് വീടിന്റെ അകത്ത് തന്നെ. ഇതും അതുപോലെ തന്നെ വീടിന്റെ അകത്ത് തന്നെ. അത് ഭയങ്കര കഴിവാണ്. ഒരു 2-3 പേരെ വെച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ അവർ എൻഗേജിങ് ആയിട്ട് എടുത്താന്ന് കഴിഞ്ഞാൽ മറ്റേ ബ്രഹ്മയുഗം, മറ്റേ ഏജ് ഓഫ് മാഡ്നസ് ടൈമില് ട്രാപ്പായികളാണ്. മറ്റേ പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല, പ്രസന്റും ഇല്ല. പുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്, ടൈം സോൺ ഉണ്ട് ഈ മമ്മൂട്ടി. പിന്നെ അതുകൊണ്ട് ട്രാപ്പാക്കി കളയും. പിന്നെ അതിന്റെ എൻഡിങ് ആണെങ്കിലും നമ്മൾ വിചാരിക്കും ഓക്കെ ഇവിടെ വെച്ച് നിർത്തി, അല്ല ഇവിടെ വെച്ച് നിർത്തി, അല്ല ഇവിടെ ഇങ്ങനെ ഇതല്ല എൻഡിങ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് നൈസ് ഒരു മൂവിയാണ്. പിന്നെ എന്റെ ലാസ്റ്റ് ആട്ടം മൂവി, അതായത് ഈ വർഷം മറ്റേ നാഷണൽ ഫിലിം ഫെയർ അവാർഡ്, അതായത് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനും ബെസ്റ്റ് എഡിറ്റിങ്ങിനും രണ്ടിനും നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഫിലിമാണ് ആട്ടം. ശരിക്കും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 2023 കാണിക്കുന്നത്, പക്ഷെ അത് ഇറങ്ങിയത് 2024 തിയേറ്ററിൽ വന്നത്. നമ്മളെല്ലാം ഞാനും തിയേറ്ററിൽ പോയി കാണുന്നത് അപ്പോഴാണ്. പക്ഷെ ഒരു പ്രതീക്ഷയില്ലാതെ പോയത്, കാരണം ഒരു ബഞ്ച് ഓഫ് ആൾക്കാര് കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആരും ഇല്ല. മിസ്റ്റീരിയസ് ആണ്. അങ്ങനെ പോയി കണ്ട്. പക്ഷെ ആട്ടം മൂവിയിൽ ശരിക്കും ആ മൂവി മുമ്പോട്ട് വെക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ആ മൂവി ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട്, അവരുടെ ഇടയ്ക്ക് ഒരു പെണ്ണുണ്ട്. അപ്പൊ ആ പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സെക്ഷലി ഇങ്ങനെ ഒരാള് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് അല്ല മറ്റേ വിനയ് ഫോട്ടോ ഒക്കെ അതിനകത്ത് മറ്റേ എല്ലാം ഇങ്ങനെ. അപ്പൊ ലാസ്റ്റ് അതിന്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഈ പെണ്ണിനെ അറിഞ്ഞുകൂടാ ആരാണ് ഇത് ചെയ്തതെന്ന്. പെണ്ണൊരാൾ ഡൗട്ട് ഉണ്ട്, പക്ഷെ ഇവര് തമ്മിൽ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറ്റേ പഴി പറയും. പക്ഷെ ലാസ്റ്റ് വരുമ്പോ എല്ലാവരുടെയും ഒരുമിച്ച് ഒരു കാര്യം ത്രെറ്റിലാവും പറയുമ്പോഴത്തേക്കും ഇവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് മറ്റേ പെണ്ണിനെ പറയുന്ന. അപ്പൊ ലാസ്റ്റ് ഈ സിനിമ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് പറയുന്നത് എനിക്ക് അയാളുടെ ഫേസ് കാണണ്ട, എനിക്ക് അയാൾ ആരാന്നറിയണ്ട, കാരണം ആ 13 പേരെ പോലെ ആ ഒരാളെ പോലെ തന്നെ ആണ് ഈ ബാക്കി എത്ര ആൾക്കാരുടെ മനസ്സ്. അതായത് മനസ്സിലായോ? അങ്ങനെ അത് പറയുന്നൊരു തിയേറ്ററിക്കൽ വേ ഉണ്ട്. അതായത് ഒരു ഡ്രാമ ആ പെണ്ണിങ്ങനെ ഡയറക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡയലോഗും അല്ല ഇങ്ങനെ എല്ലാവരുടെയും ഫേസ് കവേർഡ് ആണ്. അപ്പം ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നിനക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നിനക്ക് കാണണ്ട ഞാൻ ആരാന്ന് പറയുമ്പോ ആ പെണ്ണിങ്ങനെ ഈ ഡയലോഗ് ഇങ്ങനെ പറയും, എനിക്ക് കാണണ്ട, കാരണം നിങ്ങളെല്ലാരും എനിക്ക് ഒരുപോലെയാണ്. എന്നിട്ട് ഇവരെല്ലാരും അത് ആ ഡ്രാമ ഇരുന്ന് കാണുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലൊരു ഇത് വന്നു. ആ ഒരു രീതിയിലാണ് ആ ഫിലിം എൻഡ് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടിഫുൾ, അതായത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ പക്ഷെ ഒരു പവർഫുൾ മെസ്സേജ്. ആട്ടം ഭയങ്കര പക്ഷെ അവാർഡ് വിന്നിങ് മൂവിയാണ്, പക്ഷെ അത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ട് ഇത് ചെയ്യായിരുന്നു ഒരു മൂവിയാണ്. എന്റെ നമ്പർ 3 എന്ന് പറയുന്നത് വാഴ. എനിക്ക് അത്യാവശ്യം ഇതും ഞാൻ അധികം എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാതെ പോയി ജസ്റ്റ് ഫണ്ണായിട്ട് കാണാന്ന് പറഞ്ഞാൽ എനിക്ക് റിജോ എന്നെ സജസ്റ്റ് ചെയ്താണ് എൻ്റെ റൂംമേറ്റ്. അപ്പം അതിരുന്ന് കണ്ടപ്പം നമ്മുടെ ആ ഒരു ലൈഫ് ബോയ്സിനെ നല്ല രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം. ആ ഒരു കോളേജിലെ ലൈഫ് ആണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇമോഷണലി ടൈം പീരീഡിൽ ഫാദർ സൺ
ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്യണ്ട. അതില് ഞാൻ പണ്ടേ തൊട്ടേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊമഡിക് ആക്ടേഴ്സിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന നോർമൽ ആക്ടേഴ്സിനെ വെച്ച് വളരെ ഡിഫറെന്റ് ആണ്. ആ 3 പേരുടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരുടെ ആ ഒരു റേഞ്ച്, ആ അച്ഛനായിട്ട് അഭിനയിച്ച 3 കൊമഡി അവരെല്ലാരും കോമഡി ആർട്ടിസ്റ്റ് ആണ്. അവരെല്ലാരും ഒരു സീരിയസ് റോൾ വന്നപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു അതില്. പിന്നെ അതില് കുറെ യൂട്യൂബ് സ്റ്റാർസും ഒക്കെ ഉണ്ടല്ലോ. അവരുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ വാഴ എന്നുള്ളൊരു പേര് വിട്ടപ്പോഴത്തേക്കിനെ വെച്ച് ചുമ്മാ കുറെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് കോമഡി എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ സിനിമ നല്ല രീതിയിൽ എമോഷണലി കണക്ട് ചെയ്തു. പല സീൻസ് ഇപ്പൊ അവര് തമ്മിലുള്ള അടി ഇടുന്ന സീനാണെങ്കിലും മറ്റേ അച്ഛനായിട്ട് അടിയിട്ട് മോൻ ഇമോഷണലി ചാർജ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പൊ അവരുടെ ഫ്രണ്ട്സിനെ തള്ളി പറയുന്ന സീൻ വരുമ്പോ നമുക്കൊരു അതൊക്കെ ഒരു എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സിനിമ കാണുമ്പോൾ. അപ്പം അത് എന്റെ ഒരു 3rd ഫേവറേറ്റ് മൂവി ആയിട്ട് എനിക്ക് നല്ല പടമാണ്. അതിനകത്ത് ശ്രമിക്കുന്നുണ്ട് അവര്, പക്ഷെ കാരണം അവസാനമാകുമ്പോ നമ്മൾ ഓർക്കും ഇവര് 3 നല്ലവരാകും. അതുകൊണ്ടാണ് വാഴാന്ന് പേരിട്ടേ. നോബിയുടെ മറ്റേ മോനടിക്കാൻ മറ്റേ നോബി പറയുന്നില്ലേ, നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. അമ്മ പറയില്ലേ, അമ്മ പറഞ്ഞില്ലായിരുന്നു നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. നിനക്ക് എന്റെ അച്ഛൻ നൈസായിട്ട് വർക്കൗട്ട്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് 2024 ഇനി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു മൂവി? അത് ഞാൻ പറഞ്ഞാല് അമ്മ പറഞ്ഞ മഞ്ഞുമേൽ ബോയ്സ് അതെനിക്ക് കാണണമെന്നുണ്ട്. എനിക്ക് പ്രയോറിറ്റി ആയിട്ട് കാണണമെന്നുള്ളത് എനിക്ക് ആട്ടം കാണണമെന്നുണ്ട്. എനിക്ക് ആട്ടം കാണണമെന്നുണ്ട്. ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ തന്നെ പാർവതിയുടെ ഉള്ളൊഴുക്ക്. പിന്നെ സോഹില് പറഞ്ഞ ഒരു സിനിമയുണ്ട് ടോവിനോടെ അന്വേഷിപ്പിൻ കണ്ടെത്തി, അത് ഞാൻ കണ്ടില്ല. അതെനിക്ക് കാണണമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് മാർക്കോ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അയർലാൻഡ് ഉണ്ട്, ഞങ്ങൾ ഇവിടെ കോർക്കിലായതുകൊണ്ട് ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് അതായത് ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ച് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വെച്ച് പോയിട്ട് വർക്ക്ഔട്ട് ആവാത്ത ഒരു സിനിമ? അങ്ങനെ ഒരു സിനിമ ഞാൻ ആദ്യം കുറച്ചേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻ ഗുരുവായൂർ അമ്പലം അത് ഞാൻ കണ്ട സിനിമ ഞാൻ എല്ലാം കൂടെ അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പോയി കാണേണ്ട ഒരു ഫിലിം എന്ന് എനിക്ക് തോന്നിയില്ല, കാരണം അത് OTT കണ്ടാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഫാമിലിയോട് അത് നമ്മുടെ മറ്റേ ബ്രോഡാഡി പോലെ ഒരു ഓൾഡ് ജനറേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം OTT-ല് എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആകെ ഞാൻ 4-5 പടം കണ്ടിട്ടുള്ളൂ, പക്ഷെ അതെന്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ ടോപ്പ് 3 ആയില്ല എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നില്ല, മോശമായിട്ട് തോന്നില്ല. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര എക്സ്പെക്ടേഷൻ എനിക്ക് വിനീത് ശ്രീനിവാസൻ മൂവി ആകുമ്പോ നമുക്കൊരു എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതാണെന്ന് തോന്നുന്നത്. എന്തോ പക്ഷെ എനിക്കെന്തോ മോളിവുഡ് അതാണ് പറ്റിപ്പോയത്. ഞങ്ങളൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ എനിക്ക് വിനീത് ശ്രീനിവാസൻ മൂവി ആയോണ്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ക്രിഞ്ചായിട്ട് അതിന് ധ്യാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ പെർഫോമൻസ് അത്രയും വന്നിട്ടില്ല. ഇവരുടെ വയസ്സായ ലുക്കൊക്കെ എന്തുവായിരുന്നു എന്റെ പൊന്നി. എനിക്ക് മറ്റേ ബോഗെയിൻവില്ലായിരുന്നു എക്സ്പെക്ടേഷൻ. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ. ഞാൻ ബോഗെയിൻവില്ലയും റൈഫിൾ ക്ലബ് ഇവിടെ വന്നിട്ട് കാണുന്നത്. ഞാൻ ബോഗെയിൻവില്ല റൈഫിൾ ക്ലബ് പോലെ റൈഫിൾ ക്ലബ് ഞാൻ കണ്ടിട്ടില്ല. റൈഫിൾ ക്ലബും കാണും. റൈഫിൾ ക്ലബ് നമ്മുടെ ഒരു ഓണറബിൾ മെൻഷൻ കേട്ടോ, ഭയങ്കര അടിപൊളി സിനിമയാണ്. ഇവരെല്ലാരും പറഞ്ഞു റൈഫിൾ ക്ലബ് കാണണം.
ബോഗൻവില്ല റൈഫിൾ ക്ലബ് പോലെ ആയിരിക്കും വിചാരിച്ചു. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ പോകുന്നത്. അതാണ് എനിക്ക് പറ്റിപ്പോയത്. റൈഫിൾ ക്ലബ് അയ്യോ, റൈഫിൾ ക്ലബും ആവേശം പോലെ. നമുക്കൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ നമുക്കൊരു അഡ്രിനാലിൻ റഷ് തോന്നുമല്ലോ. നമ്മളത് മറ്റേ റിവ്യൂ ചെയ്തോണ്ട് ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്യാം. ഞങ്ങളില്ല ഗൈസ്, ഞങ്ങള് റൈഫിൾ ക്ലബ് ഇവരും കണ്ടിട്ടില്ല, ഞങ്ങള് കണ്ടിറങ്ങിയിട്ടില്ലേ. ഇവിടെ ഏതെങ്കിലും റൈഫിൾ ക്ലബ് കാരണം ഇറങ്ങിയ സമയത്ത് ആരെങ്കിലും വന്ന് അതുപോലൊരു അഡ്രിനാലിൻ റഷ് ആയിരുന്നു. പിന്നെ ഗോളം, നല്ലൊരു സിനിമയാണ്. അതായത് ചെറിയ ബഡ്ജറ്റില് പക്ഷെ നല്ലൊരു കഥ, നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല രീതിയിലുള്ള ആ മറ്റേ കൽബം എന്ന് പറയുന്ന സിനിമയിലെ പിന്നെ സിദ്ദിഖ് കോളം. പിന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മറ്റേ ഇത് എന്തുവാ, ബേസിലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, സൂക്ഷ്മദർശിനി. അതും എന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് ഞാൻ കണ്ട സിനിമയാണ്. അത് വാഴയുടെ ആ ഒരു ഹൈപ്പ് എനിക്ക് ആ ഒരു റേഞ്ച് അത്രയും നല്ല ഫിലിമാണെന്ന് തോന്നിയ ഒരു ഫിലിമാണ് സൂക്ഷ്മദർശിനി. നിങ്ങളില്ലായിരുന്നല്ലേ എന്റെ കൂടെ? ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട മലയാളം ഫിലിം അതായിരുന്നു. അതും നല്ലൊരു ഫിലിമാണ്. നസ്രിയ കുഴപ്പമില്ല. നസ്രിയയുടെ ഇത് സ്റ്റാൻഡേർഡിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അധികം അങ്ങനെ സൂപ്പർ ആണെന്നുള്ള രീതിയിലല്ല, എന്നാലും നല്ല സ്റ്റോറിയാണ്. ബേസിൽ ആ ഒരു പല റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ബേസിൽ അതിനകത്തൊരു വില്ലൻ റോളാണ്. കുറെ ഷെയ്ഡ്സ്. ബേസിലെ വേറൊരു ഷെയ്ഡാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ കുറെ പുതുമുഖങ്ങളുണ്ട് അതിനകത്ത്, ആ സിനിമയ്ക്കകത്ത്. ബേസിലും ഉണ്ട്. നല്ല സ്റ്റോറിയാണ്, നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ബേമോളുടെ ടോപ്പ് 3 ഏതൊക്കെയാ? ഉള്ളൊഴുക്ക്, പിന്നെ ഏറം, പിന്നെ എന്റെ ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, AR. എന്റെ ആവേശം, പ്രേമലു, ആട്ട്. എന്റെ ബൊഗൈൻവില്ല, വാഴ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. ആവേശമായിരുന്നു നമ്പർ 1. ആവേശം ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് 3 ഈ 2024 ഇറങ്ങിയ ടോപ്പ് 3 മൂവീസ്. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട്, അതായത് മറ്റേ ടോട്ടലി നമ്മൾ 2024 കണ്ട എല്ലാത്തിലൂടെ ഉള്ളൊരു ടോപ്പ് 3 ടോപ്പ് 5 അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ പറഞ്ഞ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഉണ്ടെങ്കിൽ, പിന്നെ ചില വേറെ ഏതെങ്കിലും നല്ല മൂവീസ് ആണ് നമ്മൾ കണ്ടില്ലാത്ത ഇതിനകത്ത്. ഇപ്പൊ തലവൻ, ലെവൽ ക്രോസ്, അങ്ങനത്തെ കുറെ അഡിയോസ് മൂവീസ്, അങ്ങനത്തെ കുറെ സിനിമകളുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണ്? അപ്പൊ നിങ്ങളും പറയാം, നിങ്ങളുടെ ടോപ്പ് 3 അങ്ങോട്ട് കമന്റ് ചെയ്യാം. വീഡിയോ ഐഡിയാസ് ആണെങ്കിൽ സജസ്റ്റ് ചെയ്യുക, എങ്ങനെയാണെന്നുള്ള രീതിയിൽ മൂവീസ് നമ്മൾ എങ്ങനെ റാങ്ക് ചെയ്യണം, അതോ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയാം. അപ്പം ചെറിയൊരു ജസ്റ്റ് നമ്മളൊന്ന് ഒരു ഐഡിയ വെച്ചിട്ട് എടുത്തായിരുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ഗൈസ്.